നമസ്കാരം. ഞാൻ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് കണ്ടു. ഫോർവേഡ് ചെയ്ത കുറിപ്പായതിനാൽ ആര് പങ്കുവച്ചതാണെന്നറിയില്ല. ഒരു MLA-യുടെ ഒറ്റ വോട്ടിൽ പിറന്ന നമ്മുടെ പത്തനംതിട്ട, ഇത് KK നായർ എന്ന ജനനായകന്റെ കഥയാണെന്ന തലക്കെട്ടിലാണ് ആ കുറിപ്പ് കണ്ടത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതുപോലെ ഒരു അധ്യായം വേറെ കാണില്ല. ഒരു ജനപ്രതിനിധി തൻ്റെ നാടിനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം രാഷ്ട്രീയ വിലപേശൽ ശേഷി ഉപയോഗിച്ച് ഒരു ജില്ലയെ തന്നെ സൃഷ്ടിച്ചെടുത്ത ആവേശകരമായ കഥയാണിത്. 1980-കളുടെ തുടക്കത്തിൽ ഇന്നത്തെ പത്തനംതിട്ടയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും പഴയ കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ ഭാഗമായിരുന്നു. ഇടുക്കി ഉൾപ്പെടെ കാടും മലകളും നിറഞ്ഞ ഈ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് ഒരത്യാവശ്യ കാര്യത്തിന് ജില്ലാ ആസ്ഥാനത്ത് എത്തണമെങ്കിൽ ഒരു പകൽ മുഴുവൻ സഞ്ചരിക്കേണ്ടി വരുന്ന ദുരിതകാലം. ഭരണ സൗകര്യങ്ങൾക്കും വികസനത്തിനുമായി ഒരു പുതിയ ജില്ല വേണമെന്നത് ഈ മലയോര ജനതയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് ചിറക് നൽകിയത് അന്നത്തെ പത്തനംതിട്ട MLA ആയിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി KK നായർ എന്ന ജനകീയ നേതാവാണ്. ഇന്നും അദ്ദേഹത്തെ ഓർക്കും. പത്തനംതിട്ട ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല എന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ച അദ്ദേഹത്തിന് പക്ഷേ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന് ആദ്യമൊക്കെ വലിയ പരിഗണനയൊന്നും ലഭിച്ചില്ല. എന്നാൽ ചരിത്രം അദ്ദേഹത്തിനായി ഒരു വലിയ അവസരം കാത്തുവച്ചിട്ടുണ്ടായിരുന്നു. 1982-ൽ കേരളം ഭരിക്കുന്ന ലീഡർ K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് നിയമസഭയിൽ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യ അംഗബലം വരുന്ന അത്യന്തം നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുന്നു. സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ നൂലിഴയിൽ ആടിയ ആ നിമിഷത്തിൽ KK നായരുടെ പിന്തുണ മുഖ്യമന്ത്രി K കരുണാകരന് ആവശ്യമെന്നല്ല അത്യന്താപേക്ഷിതമായി മാറി. ആ നിർണായകമായ ഒറ്റ വോട്ടിലാണ് പത്തനംതിട്ടയുടെ ഭാവി ഒളിഞ്ഞിരുന്നത്. മന്ത്രിസ്ഥാനമോ മറ്റു വ്യക്തിപരമായ നേട്ടങ്ങളോ ചോദിച്ചു വാങ്ങാൻ കഴിയുമായിരുന്ന ആ സുവർണ അവസരം KK നായർ തൻ്റെ നാടിനു വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. അദ്ദേഹം ലീഡർക്ക് മുന്നിൽ ഒറ്റ നിബന്ധന മാത്രം വെച്ചു: എൻ്റെ വോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ നാടിന് ഒരു ജില്ല അനുവദിക്കണം. സർക്കാരിനെ താഴെ വീഴാതെ കാത്തു സൂക്ഷിക്കുവാൻ ആ ഒരൊറ്റ വോട്ട് അത്യാവശ്യമായിരുന്നതിനാൽ മുഖ്യമന്ത്രി കരുണാകരൻ KK നായരുടെ ആ വലിയ ആവശ്യത്തിന് മുന്നിൽ പച്ചക്കൊടി കാണിക്കേണ്ടി വന്നു. വെറും ഒരു വിലപേശലിനപ്പുറം ഒരു MLA-യുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ചരിത്രം വഴിമാറുകയായിരുന്നു. അങ്ങനെ ഒരു ജനതയുടെ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായി. 1982 നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിൽ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കേരളത്തിൻ്റെ 13ാമത്തെ ജില്ലയായി പത്തനംതിട്ട ഔദ്യോഗികമായി രൂപീകൃതമായി. തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അപ്പുറം നാടിൻ്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയ KK നായരുടെ ആ തീരുമാനമാണ് പത്തനംതിട്ടയെ ഇന്നത്തെ പത്തനംതിട്ടയാക്കിയത്. അതുകൊണ്ടാണ് പത്തനംതിട്ടക്കാർ ഇന്നും സ്നേഹത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും ആദരവോടെയും അദ്ദേഹത്തെ പത്തനംതിട്ട ജില്ലയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഒരു നാടിനോടുള്ള സ്നേഹം എങ്ങനെ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പത്തനംതിട്ടക്കാരുടെ സ്വന്തം KK നായരെ കുറിച്ചുള്ള ഈ ചരിത്രം ഓരോ മലയാളിയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്.